2 വർഷമായിട്ടാണ് ഞാൻ PSCക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. കേസ് മെന്റലിൽ ആദ്യമായിട്ട് വരുന്നത് യൂണിവേഴ്സിറ്റി മെയിൻസ് അറ്റൻഡ് ചെയ്യാനായിട്ടായിരുന്നു. ഒരു ക്രാഷ് സെഷൻ ആയിരുന്നു. വളരെ നല്ല ക്ലാസ്സുകളായിരുന്നു. അതിന് മുൻപ് വരെ ഞാൻ ടിപ്പിക്കൽ ആയിട്ടുള്ളൊരു ഫാക്ട് ഓറിയന്റഡ് ക്ലാസ്സുകൾ മാത്രമാണ് ഓൺലൈനായിട്ടായിരുന്നു എങ്കിൽ പോലും അറ്റൻഡ് ചെയ്തത്. കേസ് മെന്റലിൽ വന്ന് അവിടുത്തെ ഫാക്കൽറ്റികളിൽ നിന്നാണ് ഒരു UPSC ലെവൽ ഓഫ് ടീച്ചിങ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ഒരു ബേസിക് കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് എല്ലാം നല്ലപോലെ തന്നെ കിട്ടിയിരുന്നു. ക്ലാസ് പോലെ തന്നെ ടെസ്റ്റ് സീരീസ് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ടെസ്റ്റ് സീരീസുകൾക്കാണ്. കേസ് മെന്റലിൽ നല്ല ക്വാളിറ്റി ടെസ്റ്റ് സീരീസുകളായിരുന്നു എല്ലാം തന്നെ. LSGSന്റെ പ്രിലിംസിന്റെ സമയത്തും എനിക്ക് പ്രിലിംസിന് 72 സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ കേസ് മെന്റലിന്റെ ടെസ്റ്റ് സീരീസ് നല്ലപോലെ ഹെൽപ്പ് ചെയ്തിരുന്നു. തീർച്ചയായും ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അവിടെ ഒരു PSC സ്ഥാപനത്തിൽ ഞാൻ പോകുന്നുണ്ടായിരുന്നു. ഒരു നോർമൽ GK ഓറിയന്റഡ് ക്ലാസ്സുകളാണ്. ഫാക്ട് പഠിക്കുക. 1 മാസമേ പോയിട്ടുള്ളൂ എങ്കിലും എൻ്റെ ഒരു സ്റ്റഡി മെത്തേഡ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അപ്പോൾ ഞാൻ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കുറേ ഫാക്റ്റുകൾ പഠിക്കേണ്ട ഒരു അവസ്ഥ എനിക്കുണ്ടായി. എനിക്ക് ഒട്ടും ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ പിന്നീട് ഞാൻ ടെസ്റ്റ് സീരീസുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എല്ലാ പ്രിലിംസും കയറുന്ന ഒരാളാണ്. പക്ഷെ മെയിൻസിലോട്ട് വരുമ്പോഴേക്കും കൺസെപ്ച്വൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ പാസ്സാവാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ അതിനായിട്ട് യൂണിവേഴ്സിറ്റിയുടെ മെയിൻസിന് വേണ്ടിയാണ് KS മെന്റലിൽ വരുന്നത്. ഇവിടെ വന്നപ്പോഴാണ് UPSC ലെവൽ ഓഫ് ടീച്ചിങ് കിട്ടിയപ്പോഴേക്കും കൃത്യമായിട്ട് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്ന് ഇവിടെ നിന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. ആ ഒരു കൺസെപ്ച്വൽ ക്ലാരിറ്റി ഒക്കെ ഇവിടെ നിന്നാണ് ലഭിച്ചത്. ബാക്കി പിന്നീട് ഞാൻ ഓണായിട്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ പോലും എനിക്ക് അതിനുള്ളൊരു വഴി കാട്ടിത്തന്നത് തീർച്ചയായും KS മെന്റർ ആയിരുന്നു. അതുകൊണ്ട് തീർച്ചയായും ഞാൻ കടപ്പെട്ടിരിക്കുകയാണ് KS മെന്ററിനോട്.